ഹലോ ഗായ്സ്, ഒരു ട്രാവൽ വ്ലോഗാണ് ഇന്ന്. ഒരു ലോങ് യാത്രയാണ്. ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് എത്താൻ തന്നെ. അപ്പോൾ ആഷിക്കിലോട്ടാണ് യാത്ര. പോകുന്ന വഴി നല്ല വരണ്ട പ്രദേശമായിരുന്നു, കുറേ ദൂരം കണ്ടുകൊണ്ടിരുന്നത്. മരുഭൂമിയും കാണാൻ പറ്റി. ഇതേ ഈ ഓടിപ്പോകുന്നതൊക്കെ എന്താണെന്നറിയോ? നമ്മുടെ തെങ്ങാണ്. വഴിയോരത്തൊക്കെ ഇവർ ഈ തെങ്ങ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ ദൂരെ യാത്രയിലും ഈ തെങ്ങ് കൂടെ ഉണ്ടായിരുന്നു. കുറേ ദൂരെ യാത്ര ചെയ്തു. 4 മണിക്കൂറെങ്ങാനും വേണമെന്ന് പറഞ്ഞല്ലോ. യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. ആടുകളെയും പിന്നെ നമ്മുടെ പശുവിനെയും പിന്നെ ഒട്ടകത്തിനെയൊക്കെ കാണാൻ സാധിച്ചു. ഇതേ പോകുന്ന സമയത്ത് ഒരു സൈഡിൽ ഇതുപോലത്തെ മലകളാണ്. കുറേ ദൂരം ചെല്ലുമ്പോൾ കേട്ടോ ഈ കാണുന്ന ടൈപ്പ് മലകളാണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഇങ്ങനെ, കാരണം ഇങ്ങനെ തട്ട് പോലെ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന ഒരു ഷേപ്പിലാണ് ഈ മലകളൊക്കെ. ഒരു സൈഡിൽ ഇതാ ഈ മലകളാണെങ്കിൽ മറു സൈഡിൽ ഇത് നോക്കിയേ, നമ്മുടെ കണ്ണിന് ഭയങ്കര സന്തോഷം തോന്നിക്കുന്ന നമ്മുടെ ബീച്ചാണ്. ഇഷ്ടം പോലെ ബീച്ചുകൾ നമ്മുടെ ദൂരം അവിടെ എത്തുന്നവരെ ഈ കാഴ്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നീല കളറ് വെള്ളം, നല്ല ഭംഗിയുള്ള ബീച്ചുകൾ. വഴിയോരത്തൊക്കെ ഇതാ കണ്ടില്ലേ, റോഡിൻ്റെ സൈഡിൽ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഇതുപോലത്തെ നല്ല സുന്ദരിയായിട്ടുള്ള ബീച്ചുകളെയാണ്. കുറേ ദൂരം യാത്ര ചെയ്തു. ഇതുപോലത്തെ ബീച്ചും അതുപോലെ ഈ മറു സൈഡിൽ നമ്മുടെ മലകളൊക്കെ കണ്ട് ഒരു ബീച്ച് എത്തിയപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി നിർത്തി. എന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. നല്ല ഭംഗിയുണ്ട്. ഇതാ അതിൻ്റെ സൈഡിലൊക്കെ നല്ല വെള്ള കല്ലുകളാണ്. പിന്നെയും യാത്ര തുടർന്നപ്പോൾ കാണാൻ സാധിച്ചൊരു കാഴ്ചയാണിത്. മുമ്പെങ്ങാനോ മലയിടിഞ്ഞിട്ടെങ്ങാനും വീണതായിരിക്കാം. ഇതാ മലയുടെ ഒരു പോർഷൻ അത് വെള്ളത്തിലേക്ക് ഇങ്ങനെ മുട്ടി എന്ന രീതിയിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിലേറെ ഭീതിയുണ്ട്. ഇതാ വീണ്ടും നമ്മുടെ ബീച്ചിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞു. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാ ആഷിക്ക്. കുറേ കാലമായിട്ട് ഇത് കാണണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഗൂഗിൾ ഫോട്ടോസിലോ മറ്റ് മാപ്പിലോ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഫോട്ടോസൊന്നും കാണുന്നില്ല. അപ്പോൾ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തായിരിക്കും ഇവിടെയെന്ന്. ഇതാ കണ്ടില്ലേ, മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം സ്പ്രേ പോലെ ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. എത്ര വർഷങ്ങളായിട്ട് ആ വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയോ? കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല തണുത്ത കാറ്റും. ഇതേപോലത്തെ മലയാണ് അവിടെ നിറയെ ഉള്ളത്. ആ മലയുടെ ഒരു പോർഷൻ താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ തൂങ്ങിക്കിടക്കുന്ന ഭാഗത്തു നിന്നാണ് ഇങ്ങനെ വെള്ളം താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. 3 തട്ടുകളായിട്ടാണ് ഈ വെള്ളത്തിന് ഇങ്ങനെ തരം തിരിച്ചിരിക്കുന്നത്. ആക്ച്വലി വെള്ളം നിറയുന്ന ഘട്ടങ്ങൾ 3 തട്ട്. അങ്ങനെ ഞങ്ങളതിലേക്ക് പറ്റിപ്പിടിച്ച് കയറാനുള്ള ശ്രമത്തിലാണ്. കയറാനൊക്കെ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാർ കയറുന്നുണ്ട്, നോക്കുന്നുണ്ട്, വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. ഞങ്ങളും ഒന്ന് കയറാൻ തീരുമാനിച്ചു. കയറുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നല്ല വെള്ളം വീണിട്ട് ഇങ്ങനെ വഴുക്ക് പിടിച്ചിട്ടുണ്ട്. വീണാൽ വെള്ളത്തിൽ വീഴും, നമ്മുടെ പല്ലും പോവും. അങ്ങനെ ഞങ്ങൾ പറ്റിപ്പിടിച്ച് കയറി ഇതാ ആ വരമ്പത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. ചെന്ന് ആ സെൻറ്ററിലെത്തിയപ്പോൾ വെള്ളം വീഴുന്നത് കാണുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു നിന്നോന്ന്. പിന്നെ പുറത്തിറങ്ങി വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ വീഴ്ചയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരു സൈഡിൽ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ പിന്നെന്താണ് കുറച്ച് കഴിയുമ്പോൾ അത് സെൻറ്ററിലേക്ക് തന്നെ വന്ന് വീഴുന്നുണ്ട്. പിന്നെ അത് മറു സൈഡിലേക്ക് തന്നെ മാറുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറച്ച് നേരം വെള്ളത്തിൻ്റെ അടിയിൽ നിന്നു. നല്ല തണുത്ത വെള്ളം, ഭയങ്കര ഭംഗിയും. അതുപോലെ അതിങ്ങനെ മേലേക്ക് ഇങ്ങനെ വന്ന് വീഴുന്ന സമയത്ത് ഭയങ്കര ഒരു കുളിർമയും. കുറച്ച് നേരം ഈ വെള്ളത്തിലൊക്കെ നോക്കി നിന്നു. ഈ വെള്ളം നല്ല ഭയങ്കര തെളിഞ്ഞ വെള്ളമാണ്. അതിൻ്റെ അടിഭാഗത്തുള്ളത് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വെള്ളം. കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് എന്ത് ചെയ്തു, യാത്ര തുടർന്നു. യാത്ര ചെയ്യുന്നതിന് അടുത്ത് തന്നെ നമ്മുടെ അടുത്തൊരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. നമ്മുടെ ഈ ബേപ്പൂർ ബീച്ചിലേക്ക് ഉണ്ടാകുന്ന ടൈപ്പ് പുളിമൂട്ടില്ലേ, അതുപോലത്തേത് ഒരു നടുക്കടലിലേക്ക് ഇങ്ങനെ വണ്ടി വരെ ചെല്ലാൻ പറ്റുന്നൊരു പോർഷൻ ഉണ്ട്. ഞങ്ങൾ വണ്ടിയും കൊണ്ട് അവിടെ ചെന്നു. അവിടെ ഇറങ്ങി. കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ, ഞാനൊരു മലപ്പുറംകാരിയാണ്, ഞങ്ങളൊക്കെ പറയുക കടുക്കാന്നാണ്. ഈ കടുക്കുകൾ അവിടെ നിറയെ കറുപ്പ് കളറിൽ കാണുന്നത്, ഈ കറുപ്പ് കളറിൽ കാണുന്നത് മൊത്തം കടുക്കയാണ്. കാണാൻ എന്ത് ഭംഗിയാണ്. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ പൊടി പോലും ഇനി കാണാൻ കഴിയില്ല. ഞാനതൊന്ന് പറിച്ച് നോക്കിയപ്പോൾ അത് പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലുതായിട്ട് കാമ്പുകളൊന്നും ഉണ്ടാവില്ല.
ഞങ്ങൾ പ്ലാൻ ചെയ്തു, ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരെ കൂടെ പ്ലാൻ ചെയ്തു 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് വരാം, ഇതൊക്കെ പറക്കിക്കൊണ്ടാവാന്നൊക്കെ എന്നുള്ള പ്ലാനിലാണ്. കിട്ടുമോ എന്തോ. തിരിച്ച് യാത്ര തുടർന്നപ്പോഴും ഇതേ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതാണ്. ഒരു ഭാഗം ബീച്ചാണെങ്കിൽ മറുഭാഗം നമ്മുടെ നല്ല ഭംഗിയുള്ള അടുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ജബൽ. അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിച്ചു.